ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ശുചീകരണ തൊഴിലാളിയുമായി നടത്തിയ തെളിവെടുപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 6-ാം പോയിന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതുവരെ 7 സ്ഥലങ്ങളിലാണ് മണ്ണ് നീക്കി തെരച്ചിൽ നടത്തിയത്. അതേസമയം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട പരാതികളും സാക്ഷിമൊഴികളും രഹസ്യമായി അറിയിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സമരസമിതി പ്രവർത്തകരുടെ ഏറെക്കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു പുതുതായിട്ട് SIT സംഘം രൂപീകരിച്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്ന്. SIT അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ ഒരാഴ്ചക്കാലം പിന്നിടുകയാണ്. നിർണായക വിവരങ്ങൾ SIT സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമരസമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള ജയന്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ജയന്ത്, ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. സൂചന അപ്രകാരമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുന്നത്? ഇതിൻ്റെ ഒരു രഹസ്യാത്മകത എന്താണ്? ഇത് ചെറുതൊരു എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ചെറിയ രാജകീയ വ്യക്തിൻ്റെ എന്താ അവരുടെ വിഷയമല്ല ഇതിൽ എടുത്തിട്ടുണ്ടിരിക്കുന്നത്. ഇവിടെ കൊലകൾ 1, 2 അല്ല 106 എന്ന് പറഞ്ഞാൽ 100 അല്ല 200 അല്ലെന്ന ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അന്നേരം ഒരു മനുഷ്യന് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാമല്ലോ. അന്നേരം ഇത് ഇത്ര കൊല ചെയ്ത് എത്ര വലിയ പ്രഭാവം എന്നാൽ എത്ര വലിയ മനുഷ്യനായിരിക്കും, എത്ര ഭീകരത കൊലയായിരിക്കും. ഇതിൻ്റെ ഇങ്ങനെ ഒരേ ചെറിയ വിഷയം പുറത്തു വരുമ്പോൾ ഇത് വലിയ വിഷയമായിട്ട് വരും, നാഷണൽ വിഷയമായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ SIT അവരായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർ ഒരേ വിഷയം ഒരെണ്ണം പോലും പുറത്തു കൊടുക്കരുത്. ഇല്ലെങ്കിൽ ഇതെന്താ പറയുമ്പോൾ ബാക്കിയുള്ള 2 രാജ്യക്കല്ല 3 രാജ്യക്ക പക്ഷികൾ കൊണ്ടുവന്നിട്ടിട്ട് കടിക്കുമ്പോൾ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ല. ഇവർ വേണം പറയും അല്ല SIT ശരിയില്ല, ഇവരെ വെളിവിട്ടുകൊണ്ട് ഇവരെ മാറ്റണം. അങ്ങനെയായിട്ട് ചിലതൊക്കെ എൻട്രാവാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ എത്ര കോടികൾ കൊടുക്കാൻ റെഡിയുള്ള ഒരു ടീമുകളാണ് നമ്മുടെ ഇതിനകത്ത്. അതുകൊണ്ട് അതിൻ്റെ നല്ല രീതി നടന്നുകൊണ്ട് അത് മാത്രം നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയാം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ എന്നാണ്? 100% നല്ല സന്തോഷകാരി. ഇതുവരെ ഇടീ ദേശത്ത് ഇതേപോലെ ഒരു ടീം ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. എന്നാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ ഫ്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബുദ്ധി ഇത് ഇവരെയും കൊണ്ട് ഈ ഒരു ഇവിടുത്തെ ഈ പ്രശ്നമായിട്ട് ഇവർക്ക് പരാതി കൊടുക്കാനായിട്ടൊരു ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. ആ നമ്പർ ഒന്നാവുന്നത്ര അയച്ചു കൊടുത്താൽ കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് നീക്കി പരിശോധന ആരംഭിച്ച് പൊടിനെ തന്നെ ചില രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SIT സംഘത്തിൻ്റെ അന്വേഷണത്തെ ആദ്യഘട്ടത്തിൽ തന്നെ വിലക്കുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ സമരസമിതി പ്രവർത്തകർ ഇതിനെ നോക്കിക്കാണുന്നത്? സാർ, ഇത് 13 വർഷം കൊണ്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. 13 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു. ഒരു സമരം ചെയ്യാൻ പോലും പറ്റുന്നില്ല. സമരം ചെയ്യുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഇനി ഒരു കോടതിയിൽ നിന്ന് സ്റ്റേ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഇവരെ വലിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആവുന്നത്ര ആ റിപ്പോർട്ട് നമ്മൾ പുറത്ത് വിടാനും പാടില്ല. എന്നാൽ നമുക്ക് സത്യം പുറത്ത് വരുള്ളൂ എന്ന് നമ്മൾ പറയുള്ളൂ. മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ടെന്നും സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ധർമ്മസ്ഥല.